സ്നേഹതാതാ, കേൾക്കണേ മക്കളെ നീ, നിന്ദാസൻ ക്ലാരറ്റിൻ്റെ മധ്യസ്ഥം വഴിയായെന്നും ദൈവമേ സ്നേഹതാതാ, കേൾക്കണേ മക്കളെ നീ, നിന്ദാസൻ ക്ലാരറ്റിൻ്റെ മധ്യസ്ഥം വഴിയായെന്നും. The preparations we had in connection with the 150th anniversary of the death of our founder helped us to be more in tune with the spirit of the founder, especially of his last days. The way he died is in perfect continuity with the style of life he led. He did not die a martyr as he would have wished, but he was persecuted and exiled. Opening prayer. God and Father, we humbly beg you, let us be a burning bush until the end, as was Saint Henry Mary Claret. May we shine like a fire in the night, that we flash like a beacon in the storm, a light born at the stake of God, and illuminates, radiates, and warms to the end. May we all love with ardor, with unique and different love, that we put our voice and our strength. Prayers of thanksgiving, our response. We thank you, Lord. Thank you, Lord. Thank you, Father, because in one word, your Son, you have told us everything. With it you have planted the seeds of joy and hope for the world from the beginning of time until the end of time. We thank you, Lord. Thank you, Lord, for Mary, our mother, who kept your word in her heart, gave it us in Bethlehem, and entrusted us to her motherly care at the hour of cross. And because she continues to form new evangelists in the forge of her heart. We thank you, Lord. Thank you, Lord, for Claret, who announced your word in time and out of time, and to all kinds of people, from kings to slaves, from children to elderly, and in diverse cultures and words, and who continues to announce it to us with his memory, his writings, and his intercession. We thank you, Lord. Thank you, Lord, for so many Claretian missionaries who throughout these 171 years of history have been the light of your word, with their martyrdom, with their preaching in the various ministries, and with so much effective and silent presence in our communities. We thank you, Lord. Thank you, Lord, for so many sisters and brothers in our world, the saints next door, who do not preach with words, but with the giving of their lives in the midst of joys and sufferings of every day. We thank you, Lord. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 25 തുടങ്ങി. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സിലാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്.
മിശിഹായിൽ സ്നേഹിക്കപ്പെട്ട പ്രംശാളിച്ച പ്രിയ വൈദികരെ, ഈ ഒരു വർഷം നമുക്ക് ക്ലരീഷ്യൻസിലെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മൾ ക്ലാരറ്റ് പുണ്യാളൻ്റെ മരണത്തിൻ്റെ 150 വർഷവും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാരറ്റ് ഭവൻ തുടങ്ങിയതിൻ്റെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വൊക്കേഷൻ പ്രൊമോഷൻ നടത്തി ആദ്യത്തെ ബാച്ച് തുടങ്ങിയതിൻ്റെ, ഇന്ത്യയിൽ തുടങ്ങിയതിൻ്റെ 50 വർഷം തികയുന്ന ദിവസം കൂടിയാണിന്ന്. ഈ അവസരത്തിൽ നമ്മൾ ഇതിനായിട്ട് നല്ലതുപോലെ ഒരുങ്ങി നമ്മുടെ വികാസ് ജനറൽ കൊൺസോലോ ഫെർണാണ്ടസ് നല്ലൊരു ധ്യാനം നടത്തി നമ്മളെ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ ചെന്നൈ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യാൾ യേശുദാസ് അച്ഛൻ വളരെ നല്ലതുപോലെ നമ്മുടെ ഫൗണ്ടറുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ കാര്യസ്ഥത്തെക്കുറിച്ചുമൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് സന്ദേശം നൽകി നമ്മളെല്ലാം പ്രബുദ്ധരാക്കി. ഈ അവസരത്തിൽ നമുക്ക് ഒന്നുകൂടി അഭിമാനിക്കാനുള്ളത്, അടുത്ത ചാപ്റ്ററിൽ നമ്മളെടുക്കാൻ പോകുന്നതായ അല്ലെങ്കിൽ എടുത്തിരിക്കുന്നതായ തീം റൂട്ടഡ് ആൻഡ് ഒഡോഷ്യസ് എന്നുള്ളതായ തീം. അതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒറിജിനലിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളതായ ആ ഒരു സന്ദേശമാണ്. ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ക്ലാരറ്റിൻ്റെ ജീവിതത്തിൽ ക്ലാരറ്റ് അഭ്യസിച്ചതായ 5 പുണ്യങ്ങളെക്കുറിച്ചാണ്. പുണ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായിട്ട് എളിമ, അതോടൊപ്പം തന്നെ ശാന്തത, അടക്കം, ദാരിദ്ര്യം, ആത്മനിയന്ത്രണം, സ്നേഹം. എന്നാൽ അതേ വെടിയുണ്ട എടുത്ത് ഒരു തോക്കിലിട്ട് അതിന് പിന്നിൽ കുറച്ച് വെടിമരുന്ന് ജ്വലിപ്പിച്ചാൽ അതിന് ആളെ കൊല്ലാൻ കഴിയും. ദൈവവചനത്തിൻ്റെ കാര്യത്തിലും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ്. സ്വാഭാവികമായി മാത്രമാണ് ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നതെങ്കിൽ അത് വളരെ കുറച്ച് മാത്രമേ പ്രാവർത്തികമാകുകയുള്ളൂ. എന്നാൽ സ്നേഹാഗ്നിയാൽ ജ്വലിച്ച് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അതിന് ഒത്തിരി എഫക്റ്റ് ഉണ്ടാകും. കൂടുതൽ ആത്മാക്കളെ മാനസാന്തരപ്പെടുത്താനും അവരെ നല്ല ജീവിതം നയിപ്പിക്കാനും സാധിക്കും. Animated by the Spirit of Jesus, we present to God the Father our prayers for the church and the world. Lord, hear our prayer. For the church, especially for the persecuted church, that it may always be attentive and solicits in the evangelization of the peoples. Let us pray to the Lord. Lord, hear our prayer. For our congregation, so that it may be very close to those who suffer, cry, are alone and afflicted, be living in the effects of the pandemic and the need of the word of encouragement and consolation. Let us pray to the Lord. Lord, hear our prayer. For the church and our congregation, that they may be blessed with the new missionaries, vocations, that show your light and be witnesses by their words and their lives of love and your goodness to the all people. Let us pray to the Lord. Lord, hear our prayer. For this difficult hour of pandemic that our world is going through, that may know how to face the challenges of reality with the solidarity and courage and the world together driven by your love. Lord, let us pray to the Lord. For the life of Saint Anne Mary Claret, worn out like a candle burning to the end, so that all our sons and daughters may know, love, serve and praise you.
We ask that the memory of the 150th anniversary of his death may rekindle in all of us the desire to continue to seek your greatest glory and the good of our brothers and sisters from all over the world. May the Immaculate Heart of our Mother Mary put in our lives tenderness and compassion to always be credible witnesses and messengers of the joy of the gospel. We ask this through Christ our Lord. സ്നേഹാഗ്നിജ്വാലയായി ഭൂമിയിൽ പടരാൻ ആഹ്വാനമേകിയ മഹാത്യാഗിയേ, തളരാതെ പതരാതെ സുവിശേഷമേകി ഹൃദയശിലകളെ അലിച്ചോമേ. സ്നേഹാഗ്നിജ്വാലയായി ഭൂമിയിൽ പടരാൻ ആഹ്വാനമേകിയ മഹാത്യാഗിയേ, തളരാതെ പതരാതെ സുവിശേഷമേകി ഹൃദയശിലകളെ അലിച്ചോമേ. വിശുദ്ധ ആഞ്ജലി മേരി ക്ലാരറ്റ് വിശുദ്ധിയിൽ വളരാൻ പ്രാർത്ഥിക്കണേ. മാതാവിൻ വിമല ഹൃദയത്തി ചൂളയിൽ സ്ഫുടം ചെയ്തു ഞങ്ങളെ ധന്യരാക്കൂ. അമലമാമാരി തലചായ്ച്ചുറങ്ങും അരുമസൂനുവിൻ അനുരൂപരാക്കൂ. പെരിയ ബഹുമാനപ്പെട്ട പ്രോൺഷലച്ച, ബഹുമാനപ്പെട്ട മാത്യു കീച്ചറയച്ച, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തേക്കലക്കാട്ടച്ച, ഏറ്റവും സ്നേഹമുള്ള വന്ധ്യവൈദികരെ, ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ സ്ഥാപക പിതാവായ വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. 1970 മാർച്ച് 1 തീയതി പാലാ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന പുണ്യസ്മരണാർഹനായ വയലിൽ തിരുമേനി തൻ്റെ രൂപതയിൽ കുറവലങ്ങാട് ക്ലരീഷ്യൻ സഭയുടെ ഭാരതത്തിലെ പ്രഥമ ഭവനം തുടങ്ങുവാനായിട്ട് അനുവാദം കൊടുത്തുകൊണ്ട് ജർമ്മൻ പ്രൊവിൻസിൻ്റെ അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന ബഹുമാനപ്പെട്ട പീറ്റർ ഷൂട്ട്സച്ചിന് ഒരു കത്ത് എഴുതി. കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇപ്രകാരമായിരുന്നു: യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും തിരുസഭയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലരീഷ്യൻ സഭയുടെ പ്രവർത്തനങ്ങൾ പാലാ രൂപതയ്ക്കും പ്രത്യേകിച്ച് കേരള സഭയ്ക്കും കേരള സഭയ്ക്കും ആത്മീയമായും മതപരമായും സാമൂഹ്യമായും ഒരു ചാലകശക്തിയും പ്രേരണയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ക്ലരീഷ്യൻ സഭയുടെ പ്രഥമ ഭവനം കുറവലങ്ങാട് ആരംഭിക്കുവാനായിട്ട് ഔദ്യോഗികമായിട്ട് ഞാൻ അനുവാദം നൽകുന്നു. വയലിൽ പിതാവിൻ്റെ അനശ്വരമായ ആ വചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് അതീതമായിട്ട് 50 വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിൽ 18 സംസ്ഥാനങ്ങളിലായി 588ഓളം വൈദികർ വിവിധ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലരീഷ്യൻ സഭ തങ്ങളുടെ ഭാരതത്തിലെ സാന്നിധ്യത്തിൻ്റെ 50 വർഷങ്ങൾ ഏറ്റവും സമുചിതമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷം, ആ ആഘോഷങ്ങളുടെ പരിസമാപ്തിയിൽ ഭാരതത്തിലെ എല്ലാ പ്രവിശ്യകളോടും ചേർന്ന് നിന്നുകൊണ്ട് സെൻറ് തോമസ് പ്രവിശ്യ ജൂബിലി ആഘോഷങ്ങളുടെ നാഴികക്കല്ലെന്ന രീതിയിൽ ഇന്ന്
സുവർണ ജൂബിലിയുടെ ഒരു പ്രത്യേക പതിപ്പ്, ക്ലരീഷ്യൻ ജ്യോതി പ്രത്യേക പതിപ്പ് ഇന്ന് അനാവരണം ചെയ്യുകയാണ്. ഈ കളിമൺകുണം പ്രദാനം ചെയ്യുന്നത് സെൻറ് തോമസ് പ്രവിശ്യയുടെ ശുശ്രൂഷ രൂപീകരണ ഭവനങ്ങളെയാണ്. നമ്മുടെ 3 രൂപീകരണ ഭവനങ്ങളുടെ പ്രവർത്തനങ്ങളെ സമഞ്ജസമായിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് വരുന്ന പ്രതീകമാണ് കരങ്ങൾ. കരങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് നമ്മുടെ പ്രൊവിൻസിൻ്റെ പ്രത്യേക ശുശ്രൂഷ മണ്ഡലങ്ങളാണ്, സ്പെഷ്യൽ മിനിസ്ട്രീസ് ഓഫ് ദി പ്രൊവിൻസ്. തുടർന്ന് കരങ്ങൾക്ക് ശേഷം വരുന്ന പ്രതീകമാണ് പാദമുദ്രകൾ. പാദമുദ്രകൾ പ്രതിദാനം ചെയ്യുന്നത് അതില് സ്തുതിർഹമായി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കുകയാണ് പാദമുദ്രകളിലൂടെ. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തെക്കിലക്കാട്ടിലച്ച, ബഹുമാനപ്പെട്ട സിജോ ചെറുകരച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. വിശുദ്ധ ക്ലാരറ്റിൻ്റെ 150-ാം ചരമവാർഷികം നാം ഇന്ന് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ക്ലരീഷ്യൻ ജ്യോതിയുടെ ഒരു പ്രത്യേക പതിപ്പ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട സിജോ അച്ഛനുമായിട്ട് ആലോചിച്ചു. കാരണം ക്ലരീഷ്യൻ ജ്യോതിയുടെ എഡിറ്റർ സിജോ അച്ഛനായിരുന്നു. അപ്പം സിജോ അച്ഛനോട് ചോദിച്ചു ആദ്യം, കാരണം അദ്ദേഹത്തിൻ്റെ ആ തീസിസിൻ്റെ കറക്ഷൻ വർക്ക് നടക്കുന്ന സമയമായതുകൊണ്ട്. പക്ഷേ ഭാഗ്യത്തിന് അതും മാറിപ്പോയി. കഴിഞ്ഞ മെയ് മുതൽ ഏതാണ്ട് ഇപ്പോൾ വരെ ഇതിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു സിജോ അച്ഛന്. 3 മാസം കംപ്ലീറ്റ് ഒരു ദിവസവും കിടാതെ ഈ സുവർണം പുറത്തിറക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലും അതിൻ്റെ ഭഗീര പ്രയത്നങ്ങളിലുമായിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ആ 12 സിമ്പിൾസ് അതിനുശേഷം അച്ഛൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. വളരെ കൃത്യമായ പ്ലാനിങ് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇത് റിലീസ് ചെയ്ത് കഴിയുമ്പം കോപ്പി കിട്ടുമ്പോഴറിയാം കണ്ടൻസിൻ്റെ ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു മനോഹരമായ രീതിയിലാണ്. ഇതുവരെ നമ്മളൊരു സുവർണ ജൂബിലി പതിപ്പിലും കാണാത്ത ഒരു പുതിയ നോവൽറ്റി നമുക്കതിൽ കാണാൻ പറ്റും. എന്താണെങ്കിലും ദൈവം ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട് ഈ സുവർണം ഇറക്കുന്നതിലെ. കാരണം ക്ലരീഷ്യൻ ജ്യോതിയുടെ പ്രത്യേക പതിപ്പായിട്ട് ഇത് നമുക്ക് ഇറക്കാനായിട്ട് സാധിച്ചെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒത്തിരി അത്യുത്വാനമുണ്ട്. അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആദ്യം മുതൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് വേണം, ആരൊക്കെ ഇതിലെഴുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അതനുസരിച്ച് ക്രോഡീകരിച്ച് ലേഖനകർത്താക്കളെ കണ്ടുപിടിച്ച് അവരോട് ചോദിച്ച് ഇന്ന രീതിയിൽ ഇത്ര പേജ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രാവശ്യം ഓരോരുത്തരെയും കോണ്ടാക്റ്റ് ചെയ്യേണ്ടതുണ്ട്. 60 ലേഖനങ്ങൾ കിട്ടണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ചെറിയ ലേഖനങ്ങൾ 4-5 ലേഖനങ്ങൾ മാത്രം ക്ലരീഷ്യൻ ജ്യോതി എഴുതണമെന്ന് പറയുമ്പം അതിന് തന്നെ 1 മാസം എടുക്കും. ഏതായാലും നമ്മുടെ അംഗങ്ങൾ വളരെ നന്നായിട്ട് ഇതുമായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ്. സിജോച്ചൻ പറഞ്ഞത് വളരെ വാസ്തവമാണ്. 60 പേര്, നമ്മുടെ 135 വൈദികരിൽ 60 പേര് ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ എത്രയധികം തീഷ്ണതയോടുകൂടി നമ്മൾ പ്രവർത്തിച്ച് സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറായി. എന്നെ എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സിജോ അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ എഡിറ്ററായിട്ട് കടന്നു വരുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വളരെ നന്നായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളത് നോക്കുമ്പോഴറിയാം അതിനൊരു പെർഫെക്ഷനുണ്ട്. സോ I appreciate and congratulate Father Sijo for this great contribution for the province. പ്രത്യേകമായിട്ട് ഇതിനെ സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് പ്രൊവിൻസിൻ്റെ പേരിൽ നന്ദി പറയുന്നു. സഹകരിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യേകിച്ച് സിജോ അച്ഛനും അതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും
പ്രാർത്ഥനാ മംഗളങ്ങൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഈ പതിപ്പ് പ്രകാശനം ചെയ്യുവാനായിട്ട്. ജൂബിലി ആഘോഷിക്കുന്ന കുര്യാക്കോസ് അച്ഛന് ഇത് സ്വീകരിക്കുന്നത് പ്രത്യേകമായിട്ട്